മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാം ട്രെൻഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ക്ലാസിക് ഹിറ്റുകളിലൊന്നായ ലാലേട്ടന്റെ സ്ഫടികം സിനിമ റിലീസായതു മുതൽ മലയാളികൾക്കിടയിൽ സംസാര വിഷയമായ ഒന്നാണ് റെയ്ബാൻ ഗ്ലാസുകൾ. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ചതിന്റെ കാലയും വിട്ടു. 1986 പുറത്തിറങ്ങിയ ടോം ക്രൂസിന്റെ ടോപ്പ് ഗൺ എന്ന സിനിമയും റെയ്ബാനെ ലോകം മുഴുവൻ ഹിറ്റാക്കി. ഇന്ന് ഈ ഭൂലോകമാകെ റെയ്ബാൻ ഗ്ലാസുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴേ മെറ്റയുമായി ചേർന്ന് സൂപ്പർ സ്മാർട്ട് ഗ്ലാസുകൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് റെയ്ബാൻ. റെയ്ബാന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നമ്മൾ തിരയാറുണ്ട്. എന്നാൽ റെയ്ബാന്റെ പിറവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1936 അമേരിക്കൻ കമ്പനിയായ ബോഷ് ആൻഡ് ലോം ആരംഭിച്ച റെയ്ബാൻ കാലാന്തരത്തിൽ ലിയനാർഡോ ഡെൽ വെക്കിയോയുടെ കൈകളിലെത്തുന്നു. കൊടും പട്ടിണിയിൽ നിന്നും സമ്പന്നതയുടെ കൊടുമുടികൾ താണ്ടുകയായിരുന്ന അദ്ദേഹത്തെ ഇറ്റാലിയൻ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിച്ച റെയ്ബാന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രമാണ്. അത്ര ശുഭകരമായ ഒന്നിനു വേണ്ടി കണ്ടെത്തിയ ഒന്നല്ല റെയ്ബാൻ. ചരിത്രം പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞർ അത്യാധുനിക ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചു. വാനോളം പറക്കാൻ സാധിക്കുന്നതും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതുമായവ. എന്നാൽ അപ്പോഴും വിമാനത്തിൽ കോക്പിറ്റുകൾ തുറന്നു തന്നെ ഇരിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. യുദ്ധവിമാനം പറപ്പിക്കുന്ന പൈലറ്റുമാരുടെ കാഴ്ചയെ അൾട്രാവയലറ്റ് രശ്മികൾ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. യുദ്ധകാലഘട്ടമായതിനാൽ അക്കാലത്തെ ഏറ്റവും വലിയ സൺഗ്ലാസ് നിർമ്മാതാക്കളായ ജർമ്മനിയിൽ നിന്നും പുതിയൊരു മോഡൽ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വാങ്ങുക, അത് വികസിപ്പിക്കാൻ ആവശ്യപ്പെടുക എന്നത് സാധ്യമായ കാര്യവുമായിരുന്നില്ല. അങ്ങനെ ന്യൂയോർക്കിലെ മെഡിക്കൽ ഉപകരണ നിർമ്മാതാക്കളായ ബൗഷ് ആൻഡ് ലോംബിനോട് 1929 US ആർമി എയർ കോർപ്പസ് കേണൽ ജോൺ എ മക്രഡി സൺ പ്രൊട്ടക്ഷൻ തരുന്ന ഗ്ലാസ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരേ സമയം അൾട്രാവയലറ്റ് രശ്മികളെയും മൂടൽമഞ്ഞയും ചെറുക്കുന്നതുമായ സൂപ്പർ ഗ്ലാസ് പിറവി കൊണ്ടു. അതെ, ഇന്ന് ജനങ്ങളുടെ ജനപ്രിയ ബ്രാൻഡായി മാറിയ റെയ്ബാൻ. കാലങ്ങൾക്കിപ്പുറവും റെയ്ബാൻ ഗ്ലാസ് പുത്തൻ തരംഗം സൃഷ്ടിക്കുമ്പോൾ റെയ്ബാന്റെ നാൾവഴികളും കൗതുകമുണർത്തുന്നതാണ്. പല കാലങ്ങളിലായി വ്യത്യസ്ത നിലനിർത്തിയ റെയ്ബാൻ ഓരോ തവണ പ്രൊഡക്ട്സ് ഇറക്കുമ്പോഴും ക്വാളിറ്റി നിലനിർത്താൻ ശ്രദ്ധിച്ചിരുന്നു. 1950 ചതുരാകൃതിയിലുള്ള ഫ്രെയിം മോഡലായ എച്ചൈലോൺ റെയ്ബാൻ പുറത്തിറക്കി. 1980 റെയ്ബാന്റെ തന്നെ മോഡലുകളായ വേഫെയറിനെയും ഏവിയേറ്ററിനെയും പിന്നിലാക്കി ബ്രൗൺ ലൈൻ ഫ്രെയിമുള്ള ക്ലബ് മാസ്റ്റർ മോഡൽ രംഗത്തെത്തി. ഇന്ന് ലോകത്തിലെ തന്നെ 80% സൺഗ്ലാസുകൾ നിർമ്മിക്കുന്ന ലെക്സോട്ടിക്ക ഗ്രൂപ്പ് റെയ്ബാന്റെ മൂല്യം മനസ്സിലാക്കി 1999 $640 മില്യൺ റെയ്ബാനെ സ്വന്തമാക്കി. ശേഷം 2007 ലെക്സോട്ടിക്ക ഗ്രൂപ്പ് 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫ്രെയിമുകളുമായി റെയ്ബാൻ യൂത്ത് എന്ന സീരീസ് പുറത്തിറക്കി. 2009 ലെക്സോട്ടിക്ക റെയ്ബാൻ ടെക് ശേഖരവുമായി എത്തി. അതിൽ കാർബൺ ഫൈബർ ലൈൻ ഉൾപ്പെടുന്നു. ഈ സൺഗ്ലാസിലൂടെ നിര ഫാക്ടറി സ്ട്രെസ് ടെസ്റ്റ് ചെയ്തതും ഈട് നിൽക്കുന്നതും ഭാരം കുറഞ്ഞതുമായി രൂപകൽപ്പന ചെയ്തതും പോളികാർബണേറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ച പോളിറൈസ്ഡ് ലെൻസുകളുമായിരുന്നു. ഫേസ്ബുക്ക് റിയാലിറ്റി ലാബ്സുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഗ്ലാസുകളുടെ ഒരു മാതൃക റെയ്ബാൻ വാണിജ്യവൽക്കരിച്ചു. അതിനെ റെയ്ബാൻ സ്റ്റോറീസ് എന്ന് വിളിച്ചു. ഇതുവരെ ഇറങ്ങിയതിൽ വേർഫെയർ എന്ന മോഡലാണ് റെയ്ബാന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സൺഗ്ലാസ്. 4000 രൂപ മുതൽ 54,000 രൂപ വരെ വില വരുന്ന മോഡലുകൾ ഇന്ന് വിപണിയിലുണ്ട്. ക്യാമറകളെ പിന്തള്ളി മൊബൈൽ ഫോണുകൾ ക്യാമറയുമായി എത്തിയപ്പോൾ ഓർത്തു കാണില്ല ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ ഫീച്ചറുകളുമായി ഒരു കണ്ണട എത്തുമെന്ന്. ഏതൊക്കെ സൺഗ്ലാസ് ബ്രാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും റെയ്ബാന്റെ തട്ട് എന്നും താഴ്ന്നു തന്നെ നിൽക്കുമെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചരിത്രം തിരുത്തിയെഴുതി അഫോർഡബിൾ ആയ വിലയിൽ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സുമായാണ് റെയ്ബാന്റെ ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്.
29,900 രൂപ മുതൽ ലഭ്യമാകുന്ന അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ തീപ്പൊരി ഐറ്റം. മെറ്റയും റെയ്ബാൻ ഗ്ലാസ് നിർമ്മാതാക്കളായ എക്സിലോർ ലെക്സോട്ടിക്കയും സംയുക്തമായി വികസിപ്പിച്ചതാണ് ഈ അത്ഭുത സ്മാർട്ട് ഗ്ലാസ്. എന്തൊക്കെയാണ് പുത്തൻ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്നല്ലേ നോക്കാം. കോളിംഗ്, ക്യാമറ ആൻഡ് വീഡിയോഗ്രാഫി റെക്കോർഡിംഗ്, മീഡിയ സ്ട്രീമിംഗ്, AI വഴിയുള്ള വോയിസ് കമാൻഡുകൾ, മൾട്ടി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, IPX4 വാട്ടർ റെസിസ്റ്റൻസ് എന്നിവയാണ് എടുത്തു പറയേണ്ട ഫീച്ചറുകൾ. സ്മാർട്ട് ഗ്ലാസ്സിലുള്ള ബിൽറ്റ് ഇൻ ക്യാമറകൾ ഉപയോഗിച്ചാണ് ഹാൻഡ് ഫ്രീ ആയി കാണുന്ന ദൃശ്യങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സംഗീതവും പോഡ്കാസ്റ്റുകളും ആസ്വദിക്കാമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ മ്യൂസിക് ആപ്പുകളിലേക്കുള്ള ആക്സസും ലഭിക്കും. വാട്ടർ റെസിസ്റ്റൻസ് ആയ ഗ്ലാസുകളിൽ വെള്ളം തെറിച്ചാലും ചെറിയ മഴ നനഞ്ഞാലും പ്രശ്നമില്ലെന്ന് സാരം. 2 ഫ്രെയിം മോഡലുകളാണ് ഉള്ളത്, വേഫയറും സ്കൈലെയറും. സൺ ക്ലിയർ, പോളറൈഡ് എന്നിവയുൾപ്പെടെ വിവിധ ലെൻസ് ഓപ്ഷനുകളുമുണ്ട്. തത്സമയ വിവർത്തനം നടത്താനുള്ള കഴിവാണ് ഒരു പ്രധാന സവിശേഷത. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരാൾ പറയുന്നത് വിവർത്തനം ചെയ്യാൻ ഉപയോക്താക്കൾക്ക് ഹേയ് മെറ്റ സ്റ്റാർട്ട് ലൈവ് ട്രാൻസ്ലേഷൻ നിർദ്ദേശം നൽകിയാൽ മാത്രം മതി. ഗ്ലാസിന്റെ ഫ്രെയിമിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പീക്കറുകളിലൂടെ മറുവശത്തുള്ള ആൾക്ക് അത് കേൾക്കാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിംഗ്, വാട്സ്ആപ്പ്, മെസ്സഞ്ചർ എന്നിവയിലൂടെ മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനുമുള്ള ഓപ്ഷനുകളുമുണ്ട്. എന്തായാലും കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മെറ്റ റെയ്ബാൻ ഗ്ലാസുകൾ വിപണിയിലെത്തുമ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ ഏറ്റവും പുതിയ സൺഗ്ലാസിനൊപ്പം മികച്ച സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സൺഗ്ലാസ് പ്രേമികളുടെ സന്തോഷവും. അപ്പോൾ ട്രെൻഡിറ്റിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നമസ്കാരം.